വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, മത്തായി 5:25, നിന്റെ പ്രതിയോഗിയോട്, ശത്രുവിനോട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. വഴി എന്ന് വെച്ചാൽ രണ്ടർത്ഥമാണ്. ഒന്ന് നിന്റെ മനസ്സാണ്, നിന്റെ തീരുമാനമാണത്. വഴിയിൽ നിന്റെ തീരുമാനത്തെ തടസ്സപ്പെടുത്താൻ പിന്നീട് ആരും ഉണ്ടാവില്ല. രണ്ട്, ഈ വഴി കർത്താവായ യേശു തന്നെയാണ്. കർത്താവായ യേശു തന്നെയാണ്. നീ നിന്റെ തീരുമാനമെടുത്ത് പ്രതിയോഗിയോട് രമ്യതപ്പെടാതിരിക്കുമ്പോൾ സഹോദര, പിന്നീട് നീ ന്യായാധിപന്റെ അടുത്തേക്ക് ഇല്ല. ന്യായാധിപനിൽ നിന്ന് നിനക്ക് നീതി കിട്ടുമെന്ന് തോന്നും. നീ പിടിച്ച ചില പിടിവാശികൾ, ചില മർക്കടമുഷ്ടികൾ, ചില കേസുകൾ, അതൊക്കെ കൊടുത്തപ്പോൾ, തീരുമാനമെടുത്തപ്പോൾ ആദ്യം നിനക്ക് തോന്നി നീ ജയിക്കുമെന്നും ഒരു ന്യായം ലഭിക്കുമെന്നും. ന്യായാധിപന്റെ അടുക്കലെത്തും. പിന്നീടാണ് സംഭവിക്കാൻ പോകുന്നത്, നീ സേവകന്റെ അടുത്തേക്ക് അയക്കപ്പെടും, കാരാഗ്രഹത്തിലേക്ക്. നീ വിചാരിച്ചു നീ കൊടുത്ത കേസ്, നീ എടുത്ത പിടിവാശി, നിന്റെ മർക്കടമുഷ്ടി, നിനക്കൊരു ന്യായം കിട്ടും, നിനക്കെന്തോ കിട്ടിയെന്നോർത്താണ് നീ വഴിയിൽ നിന്നത്. എന്നാൽ ഒടുവിൽ നീ കാരാഗ്രഹത്തിലേക്ക് അയക്കപ്പെടും. ന്യായാധിപന്റെ മുമ്പിൽ നിന്നും നീ സേവകന്റെ താഴ്ചയിലേക്ക് എറിയപ്പെടും. പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. വഴി നിന്റെ തീരുമാനമാണ്. വിശാലമായ നിന്റെ മനസ്സിന്റെ നടവഴിയിൽ നീ തീരുമാനമെടുക്കണം. ആരോടും ശത്രുത പാടില്ല. യേശു എന്ന വഴിയെ പ്രതി ആ തീരുമാനമെടുത്താൽ ദൈവത്തിന്റെ ന്യായാസനം നിനക്കൊരു മൊത്തം നൽകും. ആമേൻ, ആമേൻ, ആമേൻ.